നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണ്. നിങ്ങൾ പങ്കുചന്തയിൽ പണത്തെ ഇഴந்து விட்டீர்களா? क्या आपको शेयर बाजार में पैसा खो दिया है? ನೀವು ಶೇರ್ ಮಾರ್ಕೆಟಿಯಲ್ಲಿ ಹಣವನ್ನು ಕಳೆದುಕೊಂಡಿದ್ದೀರಾ? ಆರ್ ಯು ದಿ ಒನ್ ಹೂ ಲಾಸ್ಟ್ ಮನಿ ಇನ್ ದ ಸ್ಟಾಕ್ ಮಾರ್ಕೆಟ್? ಡೋಂಟ್ ವರಿ, ವಿ ಕ್ಯಾನ್ ಗೆಟ್ ബാക്ക് വിത്ത് പ്രോഫിറ്റ്. ജോയിൻ ടെലഗ്രാം ഗ്രൂപ്പ് നൗ ത്രോഗ് ലിങ്ക്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മറ്റൊരു നഷ്ടക്കച്ചവടത്തിൻ്റെ ദിനം കൂടി സമാപിച്ചിരിക്കുകയാണ്. ഇന്നും നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി ഒരിക്കലും പച്ചയിലേക്ക് വന്നിട്ടില്ല, ഗ്രീനിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന്. അതേസമയം മിഡ് ക്യാപ് നിഫ്റ്റി തുടക്കത്തിൽ ഗ്രീനിലായിരുന്നെങ്കിലും പിന്നീട് അതും ക്രമേണ റെഡിലേക്ക് മാറുകയായിരുന്നു. കമ്പനികളുടെ Q3 റിസൾട്ട് നിരാശപ്പെടുത്തുമോ എന്ന ആശങ്ക നിക്ഷേപകരിലുണ്ട്. ഒന്ന്. രണ്ടാമത്, ഡോളറിനെതിരെ നമ്മുടെ ഇന്ത്യൻ രൂപ വില ഇടിഞ്ഞിരിക്കുകയാണ്. അത് FISന്റെ സെല്ലിംഗ് പ്രഷർ കൂട്ടിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭരണനയങ്ങളും ഫെഡ് റിസർവ് നിരക്ക് സംബന്ധിച്ച സൂചനകൾ കാരണം ഡോളർ വളർന്നത് നമ്മുടെ ഇന്ത്യൻ രൂപയെ സർവ്വകാല നഷ്ടത്തിലേക്കാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. 85.93 എന്ന നിലയിൽ വരെ ഇന്ന് എത്തിയതാണ്. അതേസമയം തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് കല്യാൺ ജ്വല്ലേഴ്സ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു 5 ദിവസത്തിൻ്റെ ഉള്ളിൽ 15% ഷെയർ ഇടിഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, കല്യാൺ ജ്വല്ലേഴ്സ് 2 വർഷത്തിനിടെ 431% നേട്ടമുണ്ടാക്കിയത്. അതിന് ശേഷമാണ് ഈ ഒരു ക്രാഷ് എന്നുള്ളത് വലിയ ഒരു ആശങ്കയില്ലാത്തതാണ്. കാരണം 431% നിന്നാണ് 15% ഇടിഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു പ്രയാസമല്ല. മാർക്കറ്റ് ഇനിയും ഈ ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞ ഒരു നിഫ്റ്റി ആ ഒരു ലെവലിലേക്ക് എത്തും എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. നമ്മൾ 22,500 അടുത്ത് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഏതായിരുന്നാലും ഇപ്പോൾ നെക്സ്റ്റ് ഇതാണൊരു സപ്പോർട്ട്. ഇപ്പോൾ സപ്പോർട്ട് സോണിലാണ് ഉള്ളത്. സപ്പോർട്ട് ഇതൊരു 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് എടുക്കുമ്പോഴും ഒരു റീടെസ്റ്റാണ് കാണിക്കുന്നത്. 23,490 സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഇതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 23,260 ഉള്ളൂ സപ്പോർട്ട്. ഏതായിരുന്നാലും ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളൊന്നുമില്ല. സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്കാണെങ്കിലും താഴത്തേക്കാണെങ്കിലും അവർ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ഉള്ളിടത്തോളം കാലം, അത് വർക്കൗട്ട് ആവുന്നിടത്തോളം കാലം പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ, നാളെ ഫ്രൈഡേ ആണ്, പ്രത്യേകം ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കേണ്ട ദിവസമാണ്. നമ്മൾ ഒരു 4 ദിവസം ഉണ്ടാക്കിയത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. നാളെ ഒരു ദിവസം ശ്രദ്ധിച്ച് 1-2 ട്രേഡിൽ ഒതുക്കാൻ ശ്രമിക്കുക, നഷ്ടമാണെങ്കിലും പ്രോഫിറ്റാണെങ്കിലും. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളിൽ നിഫ്റ്റി 23,550 എന്നുള്ള ഈ സപ്പോർട്ട്, ഇത് ഒരുപാട് നേരം, എത്ര നേരം, ഒത്തിരി നേരം, ഇത് 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഇവിടെ ശരിക്കൊരു ട്രാപ്പ് രൂപത്തിലാണ് നിഫ്റ്റി ഇന്ന് ട്രേഡായത്. അതിനുശേഷം ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ക്യാൻഡിൽ, ഈ ഒരു ബിഗ് റെഡ് ക്യാൻഡിലിന് ശേഷം 8 ക്യാൻഡിലാണ് സൈഡ് വേയിൽ പോയിരിക്കുന്നത്. 89, 85, 40 എന്ന് പറയുമ്പോൾ 120 മിനിറ്റ്, 2 മണിക്കൂറോളം സൈഡ് വേയിലാണ് പോയി അവസാനം ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് ഒരു റീടെസ്റ്റ് വന്നു. പിന്നീട് നമുക്ക് ഇവിടെ നിന്നായിരിക്കും എൻട്രി കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു 40 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയിട്ടുള്ളൂ. 40 പോയിൻ്റ് റാലി നടത്തിയതുകൊണ്ട് ആരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്ത സ്ഥിതിക്ക് നമ്മൾ നിഫ്റ്റിയിൽ 50 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാറ്. അപ്പോൾ 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവരെ വരണം. അപ്പോൾ ഏതായിരുന്നാലും എടുത്ത പ്രൈസിലോ അല്ലെങ്കിൽ ചെറിയ ഒരു നഷ്ടത്തിലോ ഇന്ന് എടുത്തവർക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ട്രേഡ് എൻട്രി ലഭിച്ചിട്ടില്ല. നോക്കൂ, ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. നെക്സ്റ്റ് ഇതാണ് ക്യാൻഡിൽ. വീണ്ടും നമ്മൾ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ മുകളിലേക്കാണ് പോയത്. വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നു. ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അഥവാ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 110 പോയിൻ്റോളം നമുക്ക് പ്രോഫിറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ നോക്കൂ,
ഒരു സൈഡ് വേ ആയിരുന്നു. നമ്മുടെ ഈ 2 ലെവലുകളും ആക്റ്റീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിഫ്റ്റി എടുത്തവർക്ക് കോസ്റ്റ് പ്രൈസിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റി എടുത്തവർക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ കണക്കും പ്രോഫിറ്റിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാസം 4ാമത്തെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അഥവാ നിഫ്റ്റി എടുത്തവർക്ക് ചെറിയ ഒരു 5-10 പോയിൻറ്റിൻ്റെ നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കിനി നാളേക്കുള്ള ട്രേഡുകൾ എങ്ങനെയെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്റ്റ് ആവും, നമുക്ക് എങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് നോക്കാം. ആദ്യമായി നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സിൽ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 77,490 താഴെയും അപ്സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ചെറിയ ഒരു മാറ്റം വരുത്താം. ഈ ഒരു സിഗ്നലിൽ നിന്ന് എൻട്രി എടുത്ത് പോകുക. 50 മിനിറ്റ്സ് ക്യാൻഡിൽ 78,040 മുകളിൽ അപ്സൈഡിലേക്കും സെൻസെക്സിൽ നമുക്ക് എൻട്രി പോസിബിളാണ്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് 76,930 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് എടുക്കാം. അതേസമയം അപ്സൈഡിലേക്ക് 78,460 മുകളിൽ അപ്സൈഡിലേക്കും നമുക്ക് എൻട്രി എടുത്ത് പോകാം. സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 49,230 താഴെ എൻട്രി എടുക്കാം. അപ്സൈഡിലേക്ക് 49,756 തന്നെയാണ്. ഇതിന് മുകളിൽ എടുത്ത് പോകാം. അപ്സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സിഗ്നലിൽ നിന്ന് മതി 49,970. ഇത് 1 അവറിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്സൈഡിലേക്ക് 49,970 മുകളിൽ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 23,490 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. 23,490 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്ക് 23,790 മുകളിൽ 1 അവറിലും അതേപോലെ തന്നെ 15 മിനിറ്റ്സിലും അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇതിന് താഴെ 23,450 താഴെ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ട് എടുത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ ലെവലുകളിലൊക്കെ വരച്ച് കറക്റ്റായ സമയത്ത് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റീടെസ്റ്റിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യണം, എടുത്തു പോവുക. ഒരിക്കലും തിടുക്കം കൂട്ടരുത്. തിടുക്കം നമ്മുടെ സമ്പത്തിന് കോട്ടം തട്ടും. അതോടൊപ്പം നാളെ ഫ്രൈഡേ ആണ്, ശ്രദ്ധിച്ച് ട്രേഡിംഗ് എടുക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ ട്രേഡിംഗ് എടുത്തതിന് ശേഷം പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് സേഫ് ആവാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.